എന്താണ് വാസ്തുശാസ്ത്രം? നമ്മുടെ ചാനലിൽ 1-2 എപ്പിസോഡുകളിൽ നമ്മുടെ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ചെറിയ ചില സംഗതികൾ ചെയ്തിരുന്നു. വാസ്തുശാസ്ത്രം എന്ന ശാസ്ത്രം അതിൻ്റെ എല്ലാ ഗഹനതകളോടും അതുപോലെ തന്നെ ആധികാരികതയോടും അവതരിപ്പിക്കുന്ന ഒരു ആചാര്യനെ നമ്മുടെ ചാനലിന് ലഭിച്ചിരിക്കുന്നു. ഡോക്ടർ നിഷാന്ത് തോപ്പിൽ. അദ്ദേഹത്തിൻ്റെ പേര് വളരെയേറെ സുപരിചിതമാണ്. ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ്റെ ഒഫീഷ്യൽ വാസ്തു കൺസൾട്ടൻ്റാണ് ഡോക്ടർ നിഷാന്ത് തോപ്പിൽ. അപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹം എൻ്റെ വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട് വാസ്തുശാസ്ത്രം എപ്രകാരത്തിലാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെ അബണ്ടൻസിനെ ബാധിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഭാഗ്യത്തിൻ്റെ ഒരു ശാസ്ത്രമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ വാസ്തുവിനെ ചുറ്റിപ്പറ്റി ഒരുപാട് നിഗൂഢതകൾ നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സമഗ്രമായിട്ടുള്ള ഈ ശാസ്ത്രത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കേട്ടറിയാം ഇന്ന് ഈ ചാനലിലൂടെ. ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ദിവസം കൊണ്ട് തീരുന്നില്ല. ഇതൊരു സുദീർഘമായ സംഭാഷണമാണ്. അദ്ദേഹവുമായി നടത്തിയ ഈ ഒരു സംഭാഷണത്തിൽ വാസ്തുശാസ്ത്രത്തിൻ്റെ മറ്റ് പല ആളുകളും കടന്നു ചെല്ലാത്ത പല മേഖലകളെക്കുറിച്ചുമുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. തൃശ്ശൂർ കേന്ദ്രീകരിച്ച് വാസ്തുഭാരതി റിസർച്ച് അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർ നിഷാന്ത് തോപ്പിൽ. സ്വദേശത്തും വിദേശത്തുമായി എത്രയേറെ ഭവനങ്ങളുടെ വാസ്തു അദ്ദേഹം കറക്റ്റ് ചെയ്തു. എത്രയേറെ ലക്ഷക്കണക്കിന് ആളുകൾ യഥാർത്ഥത്തിൽ വളരെ സമൃദ്ധിയിലും സൗഭാഗ്യത്തിലും കഴിയുന്നതായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഭാരതീയമായ ഈ വാസ്തുവിദ്യയുടെ അതിൻ്റെ സമസ്തമായ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് പോകുന്ന ഈ ഒരു സംഭാഷണം ഖണ്ണശ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നു. ഏതാനും എപ്പിസോഡുകളിലൂടെ ഇതിൻ്റെ ഒരു ആകപ്പാടെ ഉള്ള ഒരു ഒരു കാലഡോസ്കോപ്പിക് വ്യൂ നമുക്കിതിനകത്ത് ലഭിക്കുന്നു എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡോക്ടർ നിഷാന്ത് തോപ്പിൽ സാറിനെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അക്കാഡമിയിൽ വാസ്തുശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മറക്കാതെ കാണുക, എല്ലാ എപ്പിസോഡും കാണുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക. താങ്ക് യു വെരി മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ചാനലിനെ സംബന്ധിച്ച് വളരെയേറെ ശ്രേഷ്ഠമായ ഒരു ദിവസമാണ്. വളരെയേറെ വളരെ അത്ഭുതകരമായൊരു ദിവസമാണെന്ന് വേണം പറയാൻ. കാരണം നമ്മൾ സാധാരണ ദിവസവും കേൾക്കുന്ന ഒരു പദമാണ് ഈ വാസ്തു. അപ്പോൾ വാസ്തു എന്താണ്? വാസ്തുവിനെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം സംശയങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നിഘണ്ടുവാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രാമാണികനാണ്, ആചാര്യനാണ് നമ്മളോടൊപ്പം ഇന്ന് ചേർന്നിരിക്കുന്നത്. ആർട്ട് ഓഫ് ലിവിങ് പ്രസ്ഥാനത്തിലൂടെ നമുക്കെല്ലാവർക്കും തന്നെ സുപരിചിതനായ ഡോക്ടർ നിഷാന്ത് തോപ്പിൽ സാറിനെ ഈ ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ, അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്കൊന്ന് സംസാരിക്കാം. അതായത് വാസ്തു നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്നു, ഒരുപാട് സങ്കല്പങ്ങൾ വാസ്തുവിനെ കുറിച്ചുണ്ട്. അത് പലതും വികലമായ സങ്കല്പങ്ങളാണ്, അപൂർണമായ ഇതാണ്. അപ്പോൾ ഈ മുറിവൈദ്യന്മാരെന്ന് പറയുന്ന പോലെ ഒത്തിരി ആൾക്കാർ വാസ്തു പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭാരതത്തിലെ എല്ലാ സിദ്ധാന്തങ്ങളും സങ്കല്പങ്ങളും എല്ലാം തന്നെ വേദങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു വേദങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഥർവ വേദത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ സ്ഥാപത്യ വേദം അല്ലെങ്കിൽ ഈ പറയുന്ന ശില്പവിദ്യ വന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് സാർ ഇതിൻ്റെ ഒരു പ്രാമാണികത? എന്താണ് യഥാർത്ഥത്തിൽ വാസ്തു എന്ന് നമുക്ക് ഒന്ന് പറയാമോ? വെരി ഗുഡ്, നല്ല ചോദ്യം. വാസ്തു ഒരു ശാസ്ത്രമാണ്. ശാസ്ത്രം മീൻസ് സയൻസ്. അപ്പോൾ ആദ്യം തന്നെ വാസ്തു എന്ന് പറയുന്നത് സയന്റിഫിക് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ വാസ്തു എന്ന് പറയുമ്പോൾ ദോഷം എന്ന് പറയുകയാണ് എല്ലാവരുടെ വായിലും വരിക. വാസ്തു എന്ന് പറഞ്ഞാൽ ഒരു വാസ്തുകാരനെ വിളിക്കാൻ തന്നെ പേടിയാണ്. ആ ദോഷം പറയാൻ പറ്റില്ല. അവിടെ തന്നെ നമ്മൾ തെറ്റിയിരിക്കുകയാണ്. വാസ്തവത്തില് വാസ്തുശാസ്ത്രം ഭാഗ്യം ഉണ്ടാക്കാനായിട്ട് ഋഷീശ്വരന്മാര് കണ്ടെത്തിയ ഒരു സയൻസാണ്. അതായത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനൊരു താളമുണ്ട്. പ്രപഞ്ചം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാങ്ങയുടെ അണ്ടി കുഴിച്ചിടും, മാവുണ്ടാവും. എത്ര മാങ്ങ ഉണ്ടാവും? 1000കണക്കിന്. ഒരു തേങ്ങ കുഴിച്ചിട്ടാല് 1000കണക്കിന് തേങ്ങയുണ്ടാവും. അപ്പോ ഒന്നിൽ നിന്ന് 1000കണക്കിന്, അതായത് സമൃദ്ധി. ഈ സമൃദ്ധി ക്രിയേറ്റ് ചെയ്യാനായിട്ട് 18ഓളം ഋഷിമാര് കണ്ടെത്തിയ പ്രപഞ്ച സത്യങ്ങളാണ് യഥാർത്ഥത്തിലുള്ള വാസ്തുശാസ്ത്രം. പിന്നെ കാലം കഴിഞ്ഞപ്പോൾ അതിനൊക്കെ വളച്ചൊടിച്ച് പല രീതിയിലും അവർക്ക് അനുകൂലിയായി. നമ്മളവിടെ ഒരു ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നേ. അപ്പോൾ ഒരു വിഭാഗം തബ്രാക്കളും ഒരു വിഭാഗം അടിയങ്ങളും. അപ്പം
തമ്പ്രാക്കൾക്ക് അനുകൂലമായിട്ടും അടിയാങ്ങൾക്ക് വിപരീതമായിട്ടും അങ്ങനെ 2 ആപ്ലിക്കേഷനാണ് കേരളത്തിൽ തന്നെ. ഇതുകൊണ്ടാണ് വാസ്തുവിന് എല്ലാവരിലും വിശ്വാസമൊക്കെ പോയത്. കാരണം അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം. അതായത് സാധാരണ വീട്ടിൽ പറയും മുന്നിൽ നിന്നാൽ അപ്പുറം വരെ കാണണം, ഇല്ലെങ്കിൽ നമ്മളെ അടുത്ത് ഒരു ദ്വാരം ഇടാൻ പറയും. നേരെ മറിച്ച് നമ്മളൊരു കോലോത്ത് എന്നൊക്കെ പറയും, ഇല്ലം കോലോത്ത് എന്നൊക്കെ പറയും. ആ ഇല്ലത്തിന്റെ മുന്നിൽ പോയി നിന്നാലും അപ്പുറം കാണുമോ? കാണില്ല. അതായത് സാധാരണക്കാരനാണോ ഇപ്പുറം നിന്ന് അപ്പുറം കാണണം, പക്ഷെ ഇല്ലത്തും കോലോത്തും ഒക്കെ ആണെങ്കിൽ അങ്ങനെ കാണരുത്. അപ്പൊ ഇതൊരു സൈസിൽ ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള വാസ്തുവാണ് ഇന്നിപ്പോ കേരളത്തിൽ പ്രചരിച്ചിരിക്കുന്നത്. ചുറ്റളവിൽ മാത്രം കുടുങ്ങി ചുറ്റിക്കെട്ടിയിരിക്കുന്ന ഒരു വാസ്തുശാസ്ത്രമാണ് നമ്മുടെ വീട്ടില്. യഥാർത്ഥത്തില് വാസ്തുശാസ്ത്രത്തിന്റെ പല ശാഖകളിലും ഒന്ന് മാത്രമാണ് നമ്മുടെ ഈ ചുറ്റളവ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ കേരളത്തില് നമ്മൾ വാസ്തു അപ്ലൈ ചെയ്യണോ, ആദ്യം നമ്മൾക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ട്. ഈ ചുറ്റളവിന്റെ ആ പരിധിയിൽ നിന്നൊന്നും നമ്മൾ വിശാലായിട്ട് ചിന്തിക്കണം. അപ്പോൾ മാത്രമേ ഉള്ളൂ ഇതിന്റെ സയന്റിഫിക് സൈഡ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഏതായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു അവസരം തന്നതിന്. താങ്ക് യു വെരി മച്ച്. സാർ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ താളിയോല കെട്ടി വെച്ചിരിക്കുന്ന മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അത് ചുരുളഴിച്ച് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല യൂസ്. കറക്റ്റ്. സാർ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചോദിക്കേണ്ടത് വാസ്തുപുരുഷൻ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഒരുപാട് ആളുകൾ പലതും പറയുന്നുണ്ട്. വിശാലമായ ഒരു പ്രകൃതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ചുരുങ്ങിയ സ്ഥലത്ത് എങ്ങനെയാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ വാസ്തുപുരുഷ സങ്കല്പത്തെക്കുറിച്ച് ഒരുപാട് ധാരണകളും തെറ്റിദ്ധാരണകളും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാറൊന്ന് വ്യക്തമാക്കാമോ? ആക്ച്വലി ഇന്ത്യൻ സിസ്റ്റം ഒക്കെ ഒരു സിംബോളിക്കാണ്. സിംബോളിക് എന്ന് പറഞ്ഞാല് സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചില രൂപങ്ങളും ഇതൊക്കെ കൊടുത്ത് ഒരു പ്രത്യേക രീതിയിൽ അതൊരു താങ്കളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ കാര്യമുണ്ട് കേട്ടോ അതില്. ഇപ്പോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാ വർക്ക്ഔട്ട് ആവുന്നത്? ഞാനിപ്പോ ചക്ക എന്ന് പറയാം, അപ്പൊ എന്ത് മൈൻഡിൽ ഇമേജ് അപ്പൊ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോ, അതായത് ഈ പണ്ടുള്ള ഋഷീശ്വരന്മാർക്ക് അറിയായിരുന്നു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഫീഡ് ആയിട്ടിരിക്കുന്നത് ഇമേജസിലാണ്. അപ്പോ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് മനസ്സിലാക്കാനായിട്ട് ഇമേജസ് ക്രിയേറ്റ് ചെയ്തു. അതിലിപ്പോ ഒരു ഇന്ത്യൻ ദേവതാ സങ്കല്പം തന്നെ അത് പറഞ്ഞാലാണ് ശരിക്കും മനസ്സിലാകുന്നത്. ഒരു കുട്ടിയുടെ ആവശ്യം എന്താ? വിദ്യാഭ്യാസം. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതിന് രൂപം ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഫുൾ ഓഫ് വിഷ്വൽസ് ആണ്. അപ്പൊ എന്താണ് പണ്ടത്തെ ഋഷീശ്വരന്മാര് ഒരു ധ്യാന ശ്ലോകം ക്രിയേറ്റ് ചെയ്യുക. യാ കുന്ദേന്ദു തുഷാരഹാരതവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണ വരദണ്ഡ മണ്ഡിതകര യാ ശ്വേത പത്മാസന, അങ്ങനെ പോകുന്നത്. ഇത് ആരെ കയ്യില് വീണയുണ്ടോ, ആരെ കയ്യില് ബുക്ക് ഉണ്ടോ, മക്കളെ ഇതിനെ പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും. അതായത് അനന്തമായ ഈശ്വരനെ ആവശ്യത്തിനനുസരിച്ച് ഒരു രൂപത്തിലേക്ക് ചമയ്ക്കുക. ഈ കുട്ടി വലുതായി കഴിഞ്ഞാലോ അത് മാത്രം പോരാ, സാമ്പത്തികം വേണം. അപ്പൊ എന്തായി? രൂപം മാറി. അംഗം ഹരി പുളകഭൂഷണ മാസം, അതായത് ചുവന്ന ഡ്രസ്സായി, ചുവന്ന താമരയായി. 24/7 എന്റെ ജീവിതത്തില് ഒരിക്കലും ശമിക്കാത്ത ധനത്തിന്റെ പ്രവാഹം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് മഹാലക്ഷ്മി. ഇങ്ങനെ ഓരോ സങ്കല്പങ്ങളുടെ വിഷ്വലാണ്. ഇപ്പൊ പാകിസ്ഥാൻ വന്ന് ഇന്ത്യനെ ആക്രമിച്ചു, നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അപ്പൊ നല്ല കാളിക്കുട്ടി വേണ്ടി വരും, നല്ല പവർ വേണം. ഇങ്ങനെ 33 കോടി മനുഷ്യന്റെ ആവശ്യങ്ങളാണ് യഥാർത്ഥത്തിലുള്ള 33 കോടി ദേവതകൾ. ഈശ്വരൻ എന്ന് പറഞ്ഞാല് രൂപമൊന്നുമില്ല, നിർവികൽപ്പം, നിരാകാരം, സകല ലോകം, സകല ബ്രഹ്മാണ്ട വ്യാപ്തം, അങ്ങനെയാ പോണത്. അപ്പോ നമ്മള് വാസ്തുപുരുഷനെ കുറിച്ച് പറയുമ്പോൾ ഇത് എന്തിനാ പറഞ്ഞു വെച്ചാൽ, വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് ഇതുപോലൊരു പ്രതീകമാണ്. അതായത് സിംബോളിക് ആയിട്ടുള്ള ഒരു രൂപമാണ്. അതായത് അങ്ങനെ ഒന്ന് ചമച്ചതാണ്. അതായത് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മളെ വീടുമായിട്ട് കണക്റ്റഡ് ആണ്. ഇത് കാണിക്കാനായിട്ടാണ് ഇത് കാണിക്കുന്നത്. അതായത് നമ്മളുടെ തലഭാഗം അപ്പൊ നമ്മളെ വീട്ടിന്റെ ആണെങ്കിൽ വടക്ക് കിഴക്ക് മൂലയിൽ വരും. അതുപോലെ തന്നെ നമ്മളെ കാലുഭാഗമാണ് നമ്മളെ കേരളത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട കന്നിമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് വരും. അവിടെയാണ് കാല് വരിക. അതായത് ഒരു വ്യക്തി ഈ ഡയഗണലായിട്ട്, അതായത് വടക്ക് കിഴക്ക് തലയും തെക്ക് പടിഞ്ഞാറ് കാലുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോ നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ എന്തൊക്കെയുണ്ടോ അതാത് സ്ഥാനത്ത് നമ്മൾ വീട്ടിലും പരിശോധിച്ചാൽ അതേ സംഭവം അതിലും കാണാൻ പറ്റും. യത് പിണ്ഡേ തത് ബ്രഹ്മാണ്ഡേ. ഈ പിണ്ഡം എങ്ങനെയാണോ അതുപോലത്തെ ഒരു ബ്രഹ്മാണ്ഡം ഉണ്ടാവുക. മൈക്രോകോസം so is the macrocosm. As is the microcosm, so is the macrocosm. അതാണ് വാസ്തവത്തിൽ ഇത് കാണിക്കുന്നത്. അപ്പോ നമ്മളെ ബോഡിയിൽ ഇപ്പം കാലിന് പ്രശ്നമുണ്ടോ മനസ്സിലാക്കുക, സൗത്ത് വെസ്റ്റ് കോർണറിൽ
പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അതാണ് ആ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തു പുരുഷൻ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, വളരെ എന്താ ഡീപ്പായിട്ടുള്ള പലതും ഉണ്ട്. ഇപ്പൊ ഒരാള് കുനിഞ്ഞ് നമസ്കരിക്കുക, അപ്പം എവിടേക്ക് താഴും? തലഭാഗം താഴേക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും പിൻവശം എന്താവും? വരും. അതായത് സൗത്ത് വെസ്റ്റ് ഷുഡ് ബി ഹൈ, തെക്ക് പടിഞ്ഞാറ് ഉയർന്നിരിക്കണം, വടക്കിഴക്ക് താണിരിക്കണം. ഇങ്ങനെ കുറെ വാസ്തുവിന്റെ സിദ്ധാന്തങ്ങളെ മനോഹരമായിട്ട് അവതരിപ്പിച്ച. ഇനി ഇപ്പൊ അങ്ങയുടെ ചാനൽ അതിനെ കൊണ്ട് ഒരു രഹസ്യം കൂടി വെളിപ്പെടുത്തുകയാണ്. വാസ്തു പുരുഷൻ വാസ്തവത്തിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം, അസുര സങ്കല്പമായിട്ടാണ്. അസുര സങ്കല്പം. അപ്പൊ അസുരൻ എന്താണ് ചെയ്യുക? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ, എല്ലാത്തിനും പിടിച്ചു കൊല്ലും. അതെ അതെ അതെ. യഥാർത്ഥത്തിൽ ഇതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുന്ന ലാവയാണ്. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മളുടെ സങ്കല്പങ്ങളെല്ലാം തന്നെ ഒരു സിംബോളിക് ആണെന്ന്. അപ്പൊ ഇതിലുള്ള സിംബോളിക് ആയിട്ടുള്ള സ്റ്റോറി ഇങ്ങനെയാണ് കേട്ടോ. അതായത് ശിവൻ എന്ന് പറഞ്ഞാൽ അന്ധകാസുരൻ എന്ന് പറഞ്ഞ അസുരനായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടും. കുറെ ദിവസങ്ങളോളം ആ യുദ്ധം നീണ്ടുനിൽക്കും. അറ്റ് ദ എൻഡ് ശിവൻ അന്ധകാസുരനെ വധിച്ചു. അപ്പൊ വധിച്ചു, ശിവൻ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ വല്ലാണ്ട് സെപ്റ്റ് ആവും, വേർപ്പ് വരും. അപ്പൊ ശിവൻ ഇങ്ങനെ ആ വേർപ്പ് കണം ഇങ്ങനെ വടിക്കുക. ഈ വേർപ്പ് കണം ഭൂമിയിൽ വന്ന് വീണു. അപ്പൊ അത് ബ്രഹ്മാവ് കണ്ടു. ബ്രഹ്മാവിന്റെ ഫംഗ്ഷൻ എന്താ? ക്രിയേഷൻ. അപ്പൊ അദ്ദേഹം ഒരു ക്രിയേഷൻ നടത്തി. പക്ഷെ ഈ വേർപ്പ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. അപ്പൊ ക്രിയേഷനും ഒരു അസുരനായി. ഈ അസുരൻ പിന്നെ ശിവനെ തന്നെ പ്രാർത്ഥിക്കുക. അപ്പൊ ശിവൻ ചോദിക്കുക, എന്താ മോനെ വേണ്ടെന്ന്. അപ്പൊ പറയും, എനിക്ക് വിശക്കുന്നുണ്ട്, എന്റെ വിശപ്പ് മാറണം. അപ്പൊ എന്നാ നീ തിന്നു തുടങ്ങിക്കോളൂ. അങ്ങനെ തിന്നാൻ തുടങ്ങുക. എല്ലാത്തിനും തിന്നുകയാണ് അസുരൻ. ആദ്യം തന്നെ അന്ധകാസുരന്റെ ഡെഡ് ബോഡിയാണ് തിന്നുന്ന. പിന്നെ എല്ലാം വരുന്ന അസുരനെയും ദേവനെയും മരങ്ങളെയും ചെടികളെയും ഒക്കെ തിന്നുകൊണ്ടിരിക്കുക. എല്ലാവരും പ്രശ്നത്തിലായി. എല്ലാവരും വന്ന് ബ്രഹ്മാവിന്റെ അടുത്ത് ചോദിച്ചു, കോഴിക്കോടൻ ഭാഷയിലാ ചോദിച്ചേ, നിങ്ങൾ എന്ത് പണിയാ ഭാഷ ചെയ്തത്? അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ശരിയായി തരാം. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, അത് എന്റെ ഡ്യൂട്ടി ക്രിയേഷനാണ്, ചെറിയൊരു സ്പാൻഡ് എടുക്കുന്നല്ലോ, എന്റെ ഡ്യൂട്ടി സൃഷ്ടിക്കാന്നുള്ളതാണ്. എനിക്ക് അപ്പൊ എന്താ ചെയ്യുക? അപ്പൊ അസുരം വന്നാൽ എന്ത് ചെയ്യണം? ദേവൻ അതിനെ കൊല്ലണം. ആക്ച്വലി ദിസ് ഇസ് നെഗറ്റിവിറ്റി ആൻഡ് പോസിറ്റിവിറ്റി. അസുരം മീൻസ് നെഗറ്റീവ്. ഒരാൾക്കൊരു വീഡിയോ വലിക്കുന്ന സ്വഭാവം ഉണ്ട്, നല്ലതാണോ ചീത്തയാണോ? അത് നെഗറ്റീവാ. അപ്പൊ അയാൾ അതിനെ കൊന്നിട്ടില്ലെങ്കിൽ പിന്നീട് ഇയാൾക്ക് ക്യാൻസർ ഒക്കെ ആയിട്ട് ഇയാളെ കൊല്ലും, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവും. അപ്പോ ഇവിടെ ഈ വാസ്തു പുരുഷൻ എന്ന് പറഞ്ഞ അസുരനെ എല്ലാരും കൂടി ചേർന്നു കൊല്ലാൻ പക്ഷെ സാധ്യമല്ല. എന്തുകൊണ്ടാ? കാരണം ശിവന്റെ അംശം. അപ്പൊ എന്താ ചെയ്യുക? അവസാനം ഒരു തീരുമാനമായി, നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഈ അസുരനെ കീഴ്പ്പെടുത്തണം, അടക്കി നിർത്തുക. എല്ലാവരും കൂടി പിടിച്ചു കിട്ടുക, അതെ, അടക്കി നിർത്തുക. അപ്പൊ എല്ലാവരും കൂടി ഒരു ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു, എല്ലാവരും കൂടി ആക്രമിച്ചു ആയി. പക്ഷെ അസുരന് സന്തോഷമായി, കാരണം ഭക്ഷണം തേടി എവിടെയും പോട്ടെ, എല്ലാം കൊണ്ട്. അപ്പൊ മൂപ്പരിങ്ങനെ തിന്നാൻ തുടങ്ങി. ആർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈശൻ എന്ന് പറഞ്ഞാൽ ശിവൻ വടക്ക് കിഴക്ക് മൂലയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ എന്റെ പ്രഭു എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റൊരു വീഴല വാസ്തുപുരുഷൻ. അപ്പൊ തല എവിടെ നിന്നും വടക്ക് കിഴക്ക്, അപ്പൊ കാലെവിടെ വരും? തെക്ക് പടിഞ്ഞാറ്. അങ്ങനെ കിടന്നിരിക്കുന്ന. അപ്പൊ കിടന്നപ്പോ തന്നെ എന്ത് ചെയ്തു? ബാക്കി എല്ലാ ദേവതകളും ഈ അസുരന്റെ മേലെ സ്ഥാനം പിടിച്ചു. നടുക്ക് ബ്രഹ്മാവ് സ്ഥാനം പിടിച്ചു, തെക്ക് കിഴക്ക് അഗ്നി, നടുക്ക് കിഴക്ക് ഇന്ദ്രൻ, അങ്ങനെ ഓരോ സ്ഥാനം. യമൻ തെക്ക്, വടക്ക് കുബേരൻ. ഇങ്ങനെ കേരളത്തിലെ സങ്കല്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു 45ഓളം ദേവതകൾ ചുറ്റും നടന്നു. ഈ അസുരനെ അളകാൻ പറ്റണ്ടായി. അപ്പൊ ഇനി എന്താ ചെയ്യാ? ഇപ്പൊ പറയാണ്, ഇപ്പൊ ഞാനിങ്ങനെയൊക്കെയാണ്, നാളെ പക്ഷെ വീണ്ടും എഴുന്നേറ്റേക്കാം. അപ്പം ബ്രഹ്മാവ് ഒരു എഗ്രിമെന്റിൽ എത്തുക, എവിടെയൊക്കെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ മറ്റു ദേവതകളുടെയും കൂടെ വാസ്തുപുരുഷനെ ആരാധിക്കാം. എവിടെയൊക്കെയാണോ ക്രയവിക്രയം നടക്കുമ്പോൾ ബ്രഹ്മാവിനെയും ദേവതകളെയും ആരാധിക്കാത്തത് അവിടെയൊക്കെ അസുരന്റെ രാജ്യമായിരിക്കും. ദിസ് ഇസ് ആക്ച്വലി എന്താണെന്ന് ചോദിച്ചാല്, പോസിറ്റിവിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു വയല്, നമ്മള് വയൽ ഒരുക്കിയിട്ടില്ല, അതിൽ കളകൾ നല്ല വിത്തിടണോ, ആദ്യം അത് വൃത്തിയാക്കിയിട്ട് പോസിറ്റീവ് ആക്കി മാറ്റണം. ഇതുപോലെ തന്നെയാണ് നമ്മളെ വീട്. അതൊരു സിംബോളിക് ആയിട്ട് പറഞ്ഞാണ് ഇതില്. അപ്പൊ ഈ വാസ്തുപുരുഷൻ വാസ്തവത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു രഹസ്യമായിട്ടോ, മണ്ണിന്റെ അടിയിൽ
കിടക്കുന്ന ലാവിയ. ഇത് പുറത്തേക്ക് വന്നാൽ ശരിയാകുമോ? അതെ അതെ അതെ. അതായത് എല്ലാത്തിനും പിടിച്ചു തിന്നത്. അപ്പൊ അതിനെ അമർത്താനാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ശീതമാണ്, തണുപ്പാ. അപ്പൊ നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോ അത് സാവധാനം ഉറഞ്ഞ് കട്ട പിടിക്കാൻ തുടങ്ങും. എന്നിട്ട് എന്തായി, അതിന്റെ മേലെ നല്ല മണ്ണ് വീണു, പിന്നെ ഫലഭൂയിഷ്ടമായ പഴങ്ങളും ചെടികളും ഒക്കെ വരാൻ തുടങ്ങി. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറിയിലൂടെ വേറെ ഒരു തരത്തില് അത് അവതരിപ്പിച്ചാണ്. കാരണം സാധാരണക്കാരന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിശ്വാസം എന്നുള്ള ഒരു കണിക പോയി പോവുകയും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ സയന്റിഫിക് സൈഡ് ഒളിപ്പിച്ചു വെച്ചത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാല്, വാസ്തുപുരുഷൻ എന്ന് പറയുന്നതിന്റെ നമ്മൾ ആരും വീട്ടിൽ ഫോട്ടോ ഒന്നും വെച്ച് ആരാധിക്കേണ്ട. കാരണം ഇറ്റ് ഈസ് നെഗറ്റീവ്. പിന്നെ എന്താണ് പോസിറ്റിവിറ്റീനെ കൂട്ടുക. അതെ. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മളെ നെട്ടല് പോലെ തന്നെ വീട്ടിന്റെ വടക്ക് കിഴക്കുന്ന തെക്ക് പടിഞ്ഞാറ് നേരെ നെട്ടലായിട്ടും നമ്മൾക്ക് ചക്രാസ് ഉള്ള മാതിരി തന്നെ വീട്ടിലും ചക്രാസ് ഉണ്ട്. അതൊക്കെ ഒരു സിംബോളിക് ആയിട്ട് കാണിക്കാനായിട്ട് ആണ് ഇങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞത്. വളരെ വളരെ നല്ല എക്സ്പ്ലനേഷൻ ആണ് സാർ. അപ്പോൾ നമുക്ക് അറിയാം, സാധാരണയായിട്ട് ഭാരതീയ സങ്കല്പങ്ങളിലുള്ള പല കാര്യങ്ങളും തന്നെ ഐൻസ്റ്റോണിക് ഫിസിക്സ് ഉപയോഗിച്ചാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനർജി ആൻഡ് മാറ്റർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ സാർ പറഞ്ഞ മറ്റൊരു പോയിന്റ് കൂടെ ഉണ്ട്, എത്ര നെഗറ്റീവായ സാധനത്തിനെയും നമുക്ക് പോസിറ്റീവാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ മുൻപൊരു വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ യക്ഷി എന്ന് പറഞ്ഞ നെഗറ്റീവ് സങ്കല്പത്തിനെ നമുക്ക് പോസിറ്റീവാക്കി ചാർജ് ചെയ്ത് മാറ്റാമെന്ന് പറയുന്നത്. സാർ പറഞ്ഞൊരു വാക്കുണ്ട് അബണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് സങ്കല്പങ്ങളിലില്ലാതെ ഭാരതീയ സങ്കല്പത്തിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ ദേവതമാരൊക്കെ ഇങ്ങനെ വളരെ സർവാഭരണ വിഭൂഷിതരായിട്ട് അബണ്ടൻസിന്റെ ഒരു വലിയൊരു ഇതാണ്. അതോടൊപ്പം തന്നെ സർവ്വസംഘ പരിത്യാഗവും പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് വഴികളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ലോകം വേണം, ഈ ലോകം ഇതുപോലെ തന്നെ നിൽക്കണം, ഊഷധമാവാൻ പാടില്ല, അതിന്റെ ഊർവരത വേണം എന്നുള്ള മഹത്തായ ചില സങ്കല്പങ്ങൾ നമുക്ക്. അത് പറഞ്ഞപ്പോ ഒരു പോയിന്റ് പറയണ്ട, അതായത് അൾട്ടിമേറ്റ്ലി പറയാ മോക്ഷ എന്ന് പറയുന്നത് ഒന്നുകിൽ സന്യാസിയാകാം അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമി. അപ്പൊ ഗൃഹസ്ഥാശ്രമിയാണോ കർമ്മസന്യാസം, ഋഷി എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ അബണ്ടൻസ്, അതായത് പറഞ്ഞാല് അതാണ് ഹിന്ദു ദേവതമാരെയൊക്കെ കണ്ടിട്ട് ശരിക്കും സമൃദ്ധിയെ കാണിക്കുന്നു. അതെ അതെ, രണ്ടിന്റെയും കൂടെ ഒരു ഇക്വിലിബ്രിയം പൊസിഷനാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ വേദങ്ങൾ അതുപോലെ തന്നെ ഈ സാൻസ്ക്രിറ്റ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇപ്പം പല ആളുകൾക്കും ഒരു കൺഫ്യൂഷനാണ്, ഇത് എന്ന് എഴുതി ആരെഴുതി ഭയങ്കര വിഷയമാണ്. അതേസമയം നമ്മളിപ്പോൾ ഈ ആധുനിക ഭാഷയായ ഇംഗ്ലീഷിന്റെ ഒരു പഴക്കം നോക്കി ഒരു 500 വർഷമൊക്കെ പഴക്കം. പക്ഷേ നമ്മൾ BC 10,000 അപ്പുറത്ത് സാൻസ്ക്രിറ്റ് എഴുതപ്പെട്ടു എന്ന് പറയുന്നു, അതിനും അപ്പുറത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ പിന്നെ ഇപ്പൊ തന്നെ ജഡാഗഡാഹ സംഭ്രമം എന്നുള്ളൊരു പാട്ട്, അത് കേൾക്കുമ്പോൾ സാധാരണ മോഹൻലാലിന് വേണ്ടി ആരോ എഴുതിയെന്നൊക്കെയാണ് ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതെ അതെ, ഇമേജ് നേരത്തെ പറഞ്ഞു. അപ്പൊ അതിനകത്ത് അവസാനം പറയുന്നുണ്ട് ദശവക്ത്ര വിരചിതം എന്ന് പറയുന്നുണ്ട്, അപ്പൊ രാവണനാൽ എഴുതപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാവണൻ ഇതൊക്കെ തന്നെ വെറും ഈ ബിംബകൽപ്പകനല്ല, ഇതിന്റെ പിറകിൽ ചില സത്യങ്ങളുണ്ട് എന്നൊക്കെ ഉള്ള അന്വേഷണത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. വാൽമീകി മഹർഷിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് രാമായണമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ വളരെ പിന്നെ പ്രഗത്ഭമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഗ്രന്ഥം അദ്ദേഹം എഴുതിയായിട്ട് പറയുന്നുണ്ട്. അതേപോലെയാണ് സൂര്യ സിദ്ധാന്തം. അപ്പൊ ഇത് എഴുതിയത് മയനാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അത് രാവണന്റെ അമ്മാവനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മയമതം എന്ന് പറയുന്നൊരു ഗ്രന്ഥം പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആധികാരികത, അതുപോലെ തന്നെ ഇതിന്റെ ഒരു എങ്ങനെ ഏത് രീതിയിലാണ് നമ്മൾ ഇതിന്റെ പ്രാമാണിക ഗ്രന്ഥമായി ഉപയോഗിക്കുന്നതെന്ന് സാറിന് പറയാം. എനിക്ക് അധികം ബുദ്ധിമുട്ടുണ്ടായ ആൻസറൊക്കെ അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ഇതില് ഒന്നാമത്തെ പോയിന്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഭഗവത്ഗീത ഓഫ് വാസ്തു അല്ലെങ്കിൽ ബൈബിൾ ഓഫ് വാസ്തു എന്ന് പറയുകയാണെങ്കിൽ അതിന് പറയാം മയമത യുഗളം എന്നാ പറയാ. അതായത് ശരിക്കും മയമത 2 ബുക്കുണ്ട്. അത് എഴുതിയിരിക്കുന്നത് മണ്ഡോദരിയുടെ അച്ഛൻ, അതായത് രാവണന്റെ ഭാര്യയുടെ പിതാവാണ് അത് എഴുതിയിരിക്കുന്നത്. ഒരു ബ്രൂണോ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹം ഫ്രഞ്ചുകാരനാണ്. അദ്ദേഹം ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ലോകം ഇതിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. പണ്ടേ ഇതുണ്ട്, പക്ഷെ സംസ്കൃതം കുറച്ച് ഡീപ്പായത് കൊണ്ട് ആർക്കും അങ്ങോട്ടേക്ക് ഇതാണില്ല. അപ്പൊ മയമതത്തിലാണ് ഇന്നുള്ള ഏത് വാസ്തു ഗ്രന്ഥങ്ങൾ എടുത്താലും അതിൽ നിന്നുള്ള പോയിന്റിനെ വളച്ചൊടിച്ചിട്ടാണ് ബാക്കി എല്ലാവരും പറയുന്നത്. അപ്പോ വസന്തി പ്രാണിനോ ത്രേതി വാസ്തു, അതിലുള്ള ഒരു ശ്ലോകമാണ് വസന്തി പ്രാണിനോ ത്രേതി വാസ്തു. എവിടെ ജീവനുള്ളതും ജീവനില്ലാത്തതും ഒരുമിച്ച് വാഴുന്നോ അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയെ വാസ്തു എന്ന് വിളിക്കാം. മനോഹരമായ ഒരു ഡെഫിനിഷനാണ് വസന്തി പ്രാണിനോ ത്രേതി വാസ്തു. വേർ ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് തിങ്സ് ലിവിംഗ് ടുഗദർ. നമ്മുടെ കാളിദാസന്റെ ശാകുന്തളത്തിലുള്ള ഒരു കൽപ്പന, അതായത് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ചേർന്ന് പോകുന്ന ഒരു സങ്കല്പം. കറക്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ജീവനുണ്ട്, നമ്മളെ വീട്ടിനൊക്കെയോ ജീവനുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് പോകുമ്പോഴാണ് അബണ്ടൻസ് വരിക. തീർച്ചയായിട്ടും അബണ്ടൻസ് വരിക. അപ്പൊ വാസ്തുശാസ്ത്രത്തിൽ വളരെയധികം ഗ്രന്ഥങ്ങളുണ്ട്. മാനസാരം,
മനുഷ്യാലയ ചന്ദ്രിക, കേരളത്തിൽ മനുഷ്യാലയ ചന്ദ്രിക കൂടുതൽ, പിന്നെ സമരാങ്കണ സൂത്രധാര, അപരാജിത പ്രജ്ഞ, ഇങ്ങനെ കുറെ ബുക്കുകളുണ്ട്. ഇപ്പൊ മയമതം വന്നതുകൊണ്ട് പറയാണ്, മയമതം ശരിക്കും ഓരോ ഭാരതീയനും പഠിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. കാരണം എന്താണെന്ന് വെച്ചാല് എങ്ങനെ അബൻഡൻസ് ക്രിയേറ്റ് ചെയ്യാം അത് വളരെ വ്യക്തമാക്കിയിട്ട് അതിൽ പറയുന്നുണ്ട്. അതായത് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇതിന്റെ ഒരു സയൻസ് കൂടി പറഞ്ഞു മനസ്സിലാവും. അതായത് എങ്ങനെയാണ് വാസ്തു മനുഷ്യനെ ബന്ധപ്പെടുന്നത്, വാസ്തുശാസ്ത്രം മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു, എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കുന്നു? സാധാരണ എന്താണ് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നോക്കുന്നു. അതെ അതെ, അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോ വാസ്തു നോക്കണോ, പ്രശ്നങ്ങൾ വന്നാൽ അത് എന്നെ ബാധിക്കണം. എന്തുകൊണ്ടാണ് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ലൈവാ, അതായത് ജീവനുണ്ട്. പക്ഷെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലോ നമ്മള് അതെ അതെ ഒരു ഷോർട്ട് ഡെത്ത് ആണ്. രാവിലെ ഉണ്ടല്ലോ നമുക്ക് വായ നാറും. രാവിലെ വായ നാറാൻ കാരണം എന്ന് വെച്ചാൽ ഡെഡ് ബോഡി, മൃതശരീരം മണക്കും. ഗുരുജി വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും നമ്മൾ മരിക്കുന്നു, എല്ലാ ദിവസവും നമ്മൾ ജനിക്കുന്നു പറഞ്ഞിട്ട് പുനർജന്മങ്ങളെ കുറിച്ച് അദ്ദേഹം വളരെ മനോഹരമായ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എവറി ഡേ യു ആർ ഡൈ. അതുകൊണ്ട് മരണത്തെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാ ദിവസവും റിഹേഴ്സൽ കിടക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ന് പറയുന്നത് എന്താ, ഡെഡ് ആണ്. നമ്മള് 5 എലമെന്റ്സ് മാത്രമാണ്. നമ്മളെ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു സാധനം. എലമെന്റൽ പ്ലെയിനിലേക്ക് നമ്മൾ പോകുന്നു. അതായത് വീട് എന്ന് പറഞ്ഞാൽ എന്താ, പഞ്ചഭൂതങ്ങളാണ്. അപ്പം നമ്മളും വീടുമായിട്ടുള്ള വ്യത്യാസം, നമുക്ക് പ്രാണനുണ്ട്, വീടിന് പ്രാണനില്ല. പക്ഷെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലോ പ്രാണ എലമെന്റ് വിൽ ഗോ അവേ. പിന്നെ എന്തായി, നമ്മളെ ബോഡി മാത്രമായി. അപ്പൊ നമ്മളെ ശരീരവും നമ്മളെ വീടും തമ്മിൽ സിങ്ക്രണൈസ്ഡ് ആവും. അപ്പൊ എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് തന്നെ കിടക്കുമ്പോഴോ, അതെ, അതായത് നമ്മളിപ്പോ ഇംഗ്ലീഷില് ഹോം എന്നും ഹൗസ് എന്നും പറയാറുണ്ട്. അതായത് ആള് താമസമുള്ള ജീവസ്പന്ദമുള്ളത് നമ്മൾ ഹോം എന്ന് പറയുന്നത്. വെറും വീടിനെ ബിൽഡിങ്ങിനെ നമ്മള് ഹൗസ് എന്ന് പറയുന്നത്. അതുപോലെയാണ് അപ്പൊ ഈ ചൈതന്യം ഉള്ളപ്പോഴാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഉറക്കത്തില് നമുക്കതില്ലാതാവുന്നു. ഇപ്പൊ 2-3 ദിവസം വീട് അടച്ചിട്ടിട്ട് തിരിച്ചു വന്നിട്ട് തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട് നാറും. മനോഹരമായ ഒരു എക്സ്പ്ലനേഷൻ ആണ്. ബ്യൂട്ടിഫുൾ. അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ബോധം ഇല്ല. അപ്പൊ നമ്മളെ വീട്ടിന്റെ ഓരോ മൂലക്കിലും ഓരോ സ്ഥലത്തും ഈ 5 എലമെന്റ്സ് ഉണ്ടായിരിക്കണം. അത് ഈ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ, സൂര്യന്റെ വെളിച്ചം കണ്ടില്ല ഭൂമിയിൽ പതിക്കണേ, നേരെ കുത്തനെയല്ല, ചെരിഞ്ഞാണ് പതിക്കുന്നത്. അപ്പൊ ഇതിന്റെ പതനത്തിന്റെ ആ ഒരു സ്റ്റൈല്, ഒരു ചതുരം എടുത്തു കഴിഞ്ഞാലും 4 കോണിലും 4 വിധത്തിലായിരിക്കും. ഭൂമിയുടെ ചെരിവ്, സൂര്യന്റെ കിരണങ്ങളുടെ പതിവ് പതിക്കണത്, പിന്നെ അതിന്റെ വേഗത, ഷേപ്പ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആശ്രയിച്ചിട്ട് നമ്മൾ അതിന്റെ ഓരോരോ ദിശകളിൽ അത് മാറി മാറി വരും. അപ്പൊ അതിനനുസരിച്ച് ഓരോ എലമെന്റ്സ് ഫോം ചെയ്യും. അപ്പൊ ഇപ്പൊ നമ്മൾ ബോധത്തോടെ ഉണ്ട്, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബോധം ഇല്ല, നമ്മൾ വെറും 5 എലമെന്റ്സ്. അപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ശരി, ഉറങ്ങുന്ന സ്ഥലത്തായാലും ശരി, ആ സ്ഥലത്തെ 5 എലമെന്റ്സും നമ്മളെ ബോഡിയും സിങ്ക്രണൈസ്ഡ് ആവും. ഇങ്ങനെയാണ് ഒരാളില് വാസ്തുവിന്റെ ചലനം വരുന്നത്. IAS ഓഫീസർ ആയാലും ശരി, ഉറങ്ങിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും ആരായാലും അതാണ്. അപ്പൊ ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ വലിയ ബുദ്ധിമാനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ സമയത്ത് വാസ്തു എല്ലാരും ബാധിക്കും. കമ്മ്യൂണിസ്റ്റുകാരനായാലും ശരി, കോൺഗ്രസ്സുകാരനായാലും ശരി, വാസ്തു ബാധിക്കും. ഹിന്ദു ആയാലും ഇസ്ലാം ആയാലും. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇതിനെ ഡീകോഡ് ചെയ്യാം, ഇതിനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം, ഇത് മയമതത്തില് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന സ്ഥലത്ത് ബെഡ്റൂം വരികയാണെങ്കിൽ, ഇന്ന സ്ഥലത്ത് നമ്മളെ ബോഡീനെ ബോധമില്ലാണ്ട് കിടത്തുകയാണെങ്കിൽ, അത് ഇന്ന ദിശയിൽ കിടത്തുകയാണെങ്കിൽ ഈ ശരീരം റീജുവനേറ്റഡ് ആവും. അപ്പൊ ആ ഒരു ഇതിനെ സിസ്റ്റത്തിനെ വളരെ മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണ് മയമത. അതായത് മനുഷ്യാലയം എന്ന് പറയുന്നതിൽ മാത്രമല്ല, മനുഷ്യന്റെ ഓരോ സ്റ്റെപ്പുകളെ അതിൽ പറയുന്നുണ്ട്. അപ്പോ മയമതം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ മയ അസുരൻ എന്നാണ് നമ്മൾ പറയുക, ഞങ്ങള് പറയാ മയ മുനീന്ന. അതെന്താണെന്ന് വെച്ചാൽ അതും പണ്ടത്തെ ഒരു പൊളിറ്റിക്സാ. പണ്ട് എല്ലാ കാലത്തും ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ. അപ്പം പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാലുള്ള പൊളിറ്റിക്സ് അസുരനും ദേവനാണ്. വാസ്തവത്തില് അസുരൻ എന്നല്ല, അതായത് ആര് ആ സമയത്ത് ഡോമിൻ ചെയ്യുന്നത് ദേവന്മാരായതുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് ചരിത്രം എഴുതപ്പെട്ടു. അതാണത്. ശരിക്കും മയ മുനീന്ന ഞങ്ങള് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഹി ഈസ് നോട്ട് ആക്ച്വലി എൻ അസുരൻ. കാരണം അത്രയും സ്റ്റഡി ആയിട്ടുള്ള ത്രിപുര
എന്ന് പറയും, അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന 3 ദ്വീപുകൾ. ഇങ്ങനെ ഒരുപാട് ക്രിയേഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്താ പറയാ, മഹാഭാരതം എന്തായാലും അതിലും കാണാം അരക്കില്ലം, അങ്ങനെ എല്ലാത്തിലും മയന്റെ നിർമ്മിതികൾ ഒരുപാട്. പിന്നെ എന്താ ഭൂമി തൊടാണ്ട് നിൽക്കുന്നത്, പിന്നെ സമുദ്രമായി തോന്നുന്നത്, അങ്ങനെ കുറെ ക്രിയേഷൻസ് ഉണ്ട്. ഈവൻ വിമാനശാസ്ത്രവും മയൻ പറയുന്നുണ്ട്. അതായത് ഇതെല്ലാ ശാസ്ത്രങ്ങളുടെയും വളരെ മനോഹരമായിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് മയമതം. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യം. താങ്ക് യു വെരി മച്ച്. വിമാനശാസ്ത്രത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു സാർ. അത് പിന്നെ ഗുരുജിയുടെ പിതാവ് ആചാര്യ രത്നാനന്ദ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ വിവിധ തരങ്ങളിലുള്ള വിമാനങ്ങളെ കുറിച്ച്, ഭരദ്വാജ വിമാനം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് വളരെ വലിയൊരു അറിവാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഭാരതീയമായ പാരമ്പര്യം വളരെ നിഗൂഢ. അതായത് ഇന്നിപ്പോ ലോകത്തില് ഭാരതത്തിലെ ഋഷിമാര് കണ്ടുപിടിച്ചതിൽ നിന്ന് പുറത്തായിട്ട് ഇത്രയും കാലം മോഡേൺ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ അത്രയും കണ്ടുപിടിച്ചിട്ടില്ല. ചെറിയൊരു അംശം മാത്രമേ കണ്ടുപിടിച്ചു. ഏതായാലും സന്തോഷം. സാർ, നമ്മൾ ഈ പഴയ തറവാടുകൾ അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് എന്തായാലും. അപ്പോൾ ഈ തറവാടുകൾ വയ്ക്കുമ്പോൾ അവിടെ മനുഷ്യന് വേണ്ടി ഒരു സ്ഥലം, അതിന് കഴിഞ്ഞിട്ട് ഈ ബാക്കി പ്രാണികളെയും അവരൊക്കെ എല്ലാം കൂടെ മറ്റൊരു സ്ഥലം സങ്കല്പിച്ച് അവിടെ ഇങ്ങനെ കാവ് കെട്ടുന്നു. അപ്പോൾ കാവുകൾ നീണ്ടുന്ന കാലമാണ് ഇപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ വളരെ മനോഹരമായൊരു സങ്കല്പം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാഗാരാധന വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്ന ഒരു സംസ്കൃതിയാണ് നമ്മുടെ സംസ്കൃതി. പക്ഷേ ഇപ്പോഴും ഈ പറഞ്ഞതെല്ലാത്തിനും ഇത് വന്നിരിക്കുന്നു. ആൾക്കാരെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള കപടമായിട്ടുള്ള ആരാധനയും അവരുടെ ഈ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ സാർ ഈ സർപ്പ ഫീൽഡ് എന്ന് പറയുന്നൊരു സംഗതിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് സാർ ഈ സർപ്പ ഫീൽഡ് എന്ന് പറയുന്നത്? അതിൻ്റെ ആ ഒരു എനർജിയെക്കുറിച്ച് ഒന്ന് പറയാമോ? യാതൊന്ന് തരംഗരൂപത്തിൽ സഞ്ചരിക്കുന്നോ അതിനെ സർപ്പം എന്ന് പറയും. ഇതാണ് തന്ത്രയിലും വേദത്തിലും പറയുന്നത്. അത് റിയൽ ആയിട്ടുള്ള സർപ്പമായിട്ട് ഒരു കണക്ഷനും ഇല്ല. യാതൊന്ന് തരംഗരൂപത്തിൽ സഞ്ചരിക്കണോ അതെല്ലാം സർപ്പങ്ങളാണ്. അതിലുള്ള പറയുന്നതാണ് ആകാശത്ത് നിന്നുള്ള സർപ്പങ്ങളെ, അഗ്നിയിൽ നിന്നുള്ള സർപ്പങ്ങളെ, ഭൂമിയിൽ നിന്നുള്ള സർപ്പങ്ങളെ. അപ്പൊ ഈ ആകാശത്തിലും അഗ്നിയിലൊക്കെ എങ്ങനെ സർപ്പം ഉണ്ടാകുക? അതായത് യാതൊന്ന് തരംഗമായിട്ട് വേവ്സ് ആയിട്ട് വാട്ട് വേവ് ഫോം, ആ അതിൽ തന്നെയാണ് നമ്മള് സർപ്പം എന്ന് പറയാ. ഇനി കേരളത്തിൽ എന്തുകൊണ്ട് സർപ്പം വന്നത്, അതാണ് ഞാൻ എടുത്തത്. ഇത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ പിറകോട്ട് പോണം. കേരളം എങ്ങനെയുണ്ടായത് പറയുന്നത് പരശുരാമൻ മഴ പറഞ്ഞു. അപ്പൊ ഈ മഴ എന്തിനുള്ള ആയുധ? വെട്ടി നശിപ്പിക്കാനുള്ള, മരം വെട്ടാനുള്ള ആയുധം. അതായത് കേരളം എന്ന് പറയുന്നത് സഹ്യപർവ്വതത്തിന്റെ ഈ ഭാഗത്തേക്ക് ഒരു മനുഷ്യനും കടക്കാത്ത അറബിക്കടലിലെ കടൽ കൊള്ളക്കാര് മാത്രം ഉപയോഗിച്ചൊരു സ്ഥലമായിരുന്നു. അപ്പൊ എവിടെയാണ് ഉണ്ടാകുക? സർപ്പങ്ങളും പാമ്പുകളും ഒക്കെയുള്ള സ്ഥലമായിരുന്നു കേരളം. അപ്പോ ഈ ഇദ്ദേഹത്തിന് പരശുരാമന് ഒരു ശാപം കിട്ടിയിട്ടുണ്ട്, കുറെ ക്ഷത്രിയരെയൊക്കെ കൊന്നുകൊണ്ട്. അവസാനം അദ്ദേഹത്തിന് ഒരു പശ്ചാത്താപം തോന്നി, എന്താ ചെയ്യാന്ന്. അപ്പോ ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് അവരെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കുക, പാപമോക്ഷം കിട്ടാനായിട്ടുള്ളത് ചെയ്യുക, ഒരു പഞ്ചാഗ്നി നടുവിൽ ഇരുന്നിട്ട് തപസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനായിട്ടൊരു സ്ഥലം വേണം. അവിടെയാണ് നമ്മളെ കേരളത്തിന്റെ ചരിത്രം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. അപ്പോ കേരളത്തിലെ ആളുകൾക്ക് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ കറുത്ത ആളുണ്ട്, വെളുത്ത ആളുണ്ട്, ചുവന്ന ആളുണ്ട്, മഞ്ഞ ആളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മൾ തമിഴ്നാട്ടിൽ പോയാലോ ഒക്കെ കറുപ്പായിരിക്കും. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? യൂറോപ്യൻ കൺട്രീസിൽ പോയാലും ഒക്കെ വെളുപ്പായിരിക്കും. പക്ഷെ കേരളത്തിൽ മാത്രം വെളുപ്പും മഞ്ഞയും ചുവപ്പും ഒക്കെ എന്തുകൊണ്ട് വരുന്നു? മൈഗ്രേഷന്റെ ഒരു ഇതാണോ? അതായത് കേരളത്തിൽ ആരൊക്കെ ഉണ്ടോ ഇതൊക്കെ പരശുരാമൻ എന്ന ആൾ ഓരോരോ സംസ്ഥാനങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് അങ്ങനെയാ കേരള ജനത ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ കാട് പിടിച്ചൊക്കെ എന്താകണം? വെട്ടിത്തെളിക്കണം. ഇതിനാണ് മഴ ഉപയോഗിച്ചത്. അപ്പൊ ചരിത്രത്തിൽ പറഞ്ഞു വന്നപ്പോ എന്തായി? കേരളം പരശുരാമൻ മഴുവരിന് കേരളം ഉണ്ടായിരുന്നു. ശരിയായിട്ടുള്ള ചരിത്രം ഇതാണ്. അപ്പോ വെട്ടിത്തെളിയിച്ച ഭൂമികളിലൊക്കെ ബ്രാഹ്മണർക്ക് വസിക്കാൻ ഇടം കൊടുത്തു. ബാക്കിയുള്ള ഭൂമിയിലൊക്കെ ആരുണ്ടാവും? സർപ്പങ്ങളും എഴുതുക്കളും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഒരു ജ്യോതിഷന്റെ അടുത്ത് പോയാല് 2 കാര്യം നിങ്ങളുടെ അടുത്ത് പറയാ, അതെ നിങ്ങളെ വീട്ടിലെ സ്ഥലം ഉണ്ടല്ലോ ഒരു സർപ്പ ഭൂമിയാണെന്ന് പറയും. അതായത് വാസ്തവത്തിൽ സർപ്പത്തിന്റെ അല്ലേ. ഇനി എല്ലാവരും പറയുന്നുണ്ട്, അതെ ആ സ്ഥലം ഒരു ബ്രാഹ്മണ ഇതുള്ള ഭൂമിയാണ് കേട്ടോ, ഇതാണ്ടാന്ന് പറയുന്നത്. ഒരു സത്യം പറഞ്ഞുതരാം, കേരളത്തില് ബ്രാഹ്മണ ഭൂമി അല്ലെങ്കിൽ സർപ്പഭൂമി ഇത് രണ്ടും അല്ലാത്ത ഒരു ഭൂമിയേ ഇല്ല എന്നുള്ളതാണ്. കാരണം കേരള സംസ്ഥാനം തന്നെ രൂപപ്പെടുന്നത് കാട് വെട്ടി തെളിയിച്ച് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഈ കേരളം എടുക്കാനൊരു കാരണമുണ്ട്. ടോട്ടൽ ഭാരതം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം സൗത്ത് വെസ്റ്റ് കോർണറിലാണ് കേരളം വരുന്നത്. അതായത് ഭാരതത്തിന്റെ കന്നിമൂലയാണ് കേരളം. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്നിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷേ ആരും കടക്കാത്തത് കൊണ്ടും നമ്മൾ ഇതുപോലെ കാണുന്ന കാടായി കിടക്കുന്നത് കൊണ്ടും ഇത് ഉപയോഗിക്കാൻ പറ്റാണ്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. എല്ലാ ആളുകളും സഖ്യപർവ്വതം വരെ വരുള്ളൂ, അവിടുന്ന് കൂടി താഴെക്കാരും ഇറങ്ങാറില്ല. അങ്ങനെയായിരുന്നു. പിന്നീട് ഇത് വെട്ടിത്തെളിയിച്ച് ആളുകൾ വസിക്കാൻ തുടങ്ങി, ഇതായി. അപ്പോ ഈ പാമ്പുകളൊക്കെ ഇങ്ങനെ എഴിഞ്ഞു പോകണം. പക്ഷെ ഇതൊക്കെ വെട്ടിത്തെളിയിച്ചു. പക്ഷെ ഇവർക്കൊരു സ്ഥലം വേണ്ടേ? അതാണ് പിന്നീട് വന്നിട്ട് എന്താ ഓരോരോ വീടുകളിലും ഒക്കെ ഇതാകാൻ തുടങ്ങിയത്. അതായത് സാധാരണ പറയുകയാണെന്നുണ്ടെങ്കിൽ സർപ്പദോഷം ഉണ്ടെങ്കിൽ കൈക്കൊക്കെ ചൊറി വരും, ചിറങ്ങ് വരും, തൊലിപരമായിട്ടുള്ള അസുഖങ്ങൾ, ത്വക് രോഗങ്ങളൊക്കെ വരുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് സർപ്പത്തിന്റെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാം. പ്രപഞ്ചത്തിലുള്ള വിഷാംശങ്ങളെ വലിച്ചെടുക്കലാണ് സർപ്പത്തിന്റെ ഡ്യൂട്ടി. സർപ്പം എപ്പോഴും നാവ് വായിലേക്ക് അതെന്തിനാണെന്ന് വെച്ചാൽ ഈ അന്തരീക്ഷത്തിലുള്ള വിഷാംശത്തിന് എപ്പോഴും അത് കളക്ട് ചെയ്ത് വലിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇത് അപ്പൊ അവര് അങ്ങനെ ഒരു കാട് പിടിച്ച സ്ഥലം വെട്ടി തെളിയിച്ചു, അവിടെ ഒരു വീടുണ്ടാക്കി. ഇപ്പൊ വീടുണ്ടാക്കിയാൽ എന്താവും? ആ എനർജി അവിടെ ഉണ്ടാവും. ഇത് വലിച്ചെടുക്കുന്ന സർപ്പങ്ങളൊക്കെ പോയി. അപ്പൊ ആ എനർജി ഫോർമാറ്റ് അവിടെ ഉണ്ട്. ആ ഫോർമാറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നിങ്ങള് ഒരു സാധനം കൂടി ഉണ്ട്, എരിക്കുമ്പൂ. എരിക്കുമ്പൂ എങ്ങനെയുണ്ടാകണെന്ന് അറിയാം. വാസ്തവത്തില് ഈ എരിക്കും വിഷാംശങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ എരിക്ക് എങ്ങനെയാ ചെടി ഉണ്ടാകുന്നതെന്ന് അറിയാം. പാമ്പ് ചവച്ച് തുപ്പും, എന്നിട്ടാണ് അതിന്റെ കായ മുളയ്ക്കുക. നമ്മൾ സാധാരണഗതിയിൽ കുഴിച്ചിട്ട് അങ്ങനെ എരിക്കുണ്ടായില്ല എന്നാ പറയാ. പിന്നെ ചെടി മാറ്റി കുഴിച്ചിട്ടാ കേട്ടോ. പക്ഷെ ശരിയായിട്ട് അത് ജനിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ വിത്ത് മുളയ്ക്കുന്ന പ്രോസസ്സ് അതാണ്. അതായത് എരിക്കാണ് വേറെ ഒരു ചെടി വിഷാംശങ്ങൾ വലിച്ചെടുക്കുന്നത്. അപ്പൊ ഏതൊക്കെ സ്ഥലത്ത് നമ്മൾ എരിക്ക് കൂടുതൽ കാണുന്നോ പാമ്പുണ്ടോ മനസ്സിലാക്കുക, അവിടത്തേക്ക് അന്തരീക്ഷം ഇങ്ങനെ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പൊ ഈ കേരളത്തിലെ ഭൂമി ഞാൻ പറഞ്ഞു സർപ്പങ്ങളുടെയാണ്. അതായത് ഇതില് ഫ്ലോറ ആൻഡ് ഫോണ തിങ്ങി വളരുന്ന കാവുകളുടെയൊക്കെ സ്ഥലമായിരുന്നു. കാവാണ് പിന്നെ ഇതിനെ സംരക്ഷിക്കാനായിട്ടുണ്ടാക്കിയ വേറെ ഒരു സാധനം. അത് സബ്ജക്റ്റ് മാറണ്ട, ഞാൻ പിന്നെ പറയാം. ഓക്കെ, കാവിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാം. ഏതായാലും അപ്പോൾ കേരളത്തില് എന്തുണ്ടോ ഈ സർപ്പങ്ങളുടെ പറയും. കാരണം എന്താണെന്ന് വെച്ചാല് ഈ ചെടികളും വൃക്ഷങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ സ്ഥലത്തെ ആ ഒരു ബയോറിത്തം മാറ്റിയിട്ടാണ് ഇന്നത്തെ കേരളം ഉണ്ടാക്കി വരുന്നത്. പക്ഷേ ഈ എനർജി ഫോർമാറ്റ് അവിടെ ഉണ്ടാവും. അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള സിസ്റ്റം നമ്മളിവിടെ ഇല്ല. അല്ലെങ്കിൽ കാലക്രമേണ മാറി 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 വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ബയോറിത്തത്തിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റാണ് പൂജയും മന്ത്രങ്ങളും. ഈ മന്ത്രോച്ചാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അതും വൈബ്രേഷൻസാണ്. വൈബ്രേഷൻസാണ്. അതിൽ ഏറ്റവും മനോഹരമായതാണ് നമ്മളെ കേരളത്തിൻ്റെതായ നാവൂറ് കൊട്ടുക. നാവൂറ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? നാവിൽ നിന്ന് ഊറി വരുന്നത്. വാസ്തവത്തിൽ കുട്ടികളുടെ വായിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ എപ്പോഴും ഇങ്ങനെ കേല ഒലിച്ചുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ് വെച്ചാൽ കുട്ടീന്റെ ശരീരത്തിലുള്ള വിഷാംശം ഒഴിവാകണയാണ് ഈ കേല ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അതിന്റെ കുറെ ഇതുണ്ട്. അതിൽ തന്നെ ഒരു ഇൻബിൽറ്റ് സിസ്റ്റം ആണ്. അപ്പോൾ ഈ പുള്ളോനും പുള്ളോത്തിയും വന്ന് നാവൂറ് കൊട്ടുമ്പോൾ ആ ഒരു വൈബ്രേഷൻ ഈ കുട്ടിയുടെ ബോഡിയിലുള്ള രക്തത്തിനെ കറക്റ്റ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യിക്കണത്. ഈ നാവൂറ് പുള്ളോം പാട്ട് എന്നൊക്കെ പറഞ്ഞ ഹൈലി സയന്റിഫിക് സാധന. അപ്പൊ ആ ഒരു റിത്തം കറക്റ്റ് ചെയ്യാനാണ് ഇങ്ങനെയുള്ള പുള്ളോനും പുള്ളോത്തിയും കേരളം മുഴുവനും പാടി നടക്കുന്നത്. അതായത് സർപ്പങ്ങളുടെ ഒക്കെ ഫങ്ഷൻ ഇവര് സർപ്പപ്രീതിക്കായിട്ട് പാടി ആ വൈബ്രേഷൻ കറക്റ്റ് ചെയ്ത് വരുന്നു എന്ന്. പക്ഷെ ഇപ്പൊ വീണ്ടും കാലം മാറി. അപ്പൊ എന്താണെന്ന് വെച്ചാൽ പുള്ളോനും പുള്ളോത്തിയും എവിടെയോ പോവുക മറിയാണ്. അപ്പോഴെന്താണ് വീണ്ടും തൊലിപ്പുറത്തുള്ള അസുഖങ്ങളും അതും ഇതൊക്കെ ആയിട്ട് കൂടി വരുന്നു. ഇതാണ് സ്കിൻ ഡിസീസസ് വാട്ടെവർ ഇറ്റ് മേ ബി. എന്തൊക്കെ തരത്തിലുള്ള സ്കിൻ ഡിസീസസ് ഉണ്ടോ എല്ലാം റിലേറ്റഡ് വിത്ത് ദിസ് എനർജി ഫീൽഡിന്റെ പ്രോബ്ലം. വാസ്തവത്തിൽ ഇതിനെയാണ് നമ്മളവിടെ എന്താണ് സർപ്പദോഷം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെവിടെ പ്രധാനമായിട്ട് ഒരു 3 സർപ്പക്ഷേത്രങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ വൈബ്രേഷൻ കറക്റ്റ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ വെറും സർപ്പക്കാവ് എന്ന് പറഞ്ഞാൽ തള്ളണ്ട. അപ്പൊ ഈ തരംഗരൂപത്തിൽ സഞ്ചരിക്കണ എല്ലാത്തിനെയും സർപ്പം എന്ന് നമുക്ക്. എന്തായാലും ഇനി നമ്മളാരും സർപ്പത്തിനെ ഒന്നും കൊല്ലില്ലാന്ന് തോന്നുന്നു, പാമ്പുകളെ കൊല്ലില്ലാന്ന് തോന്നുന്നു. കാരണം പാമ്പുകളെ കൊല്ലുക എന്ന് പറയുമ്പോൾ വലിയൊരു വൈബ്രേഷൻ ഫീൽഡ് പ്രശ്നമാക്കുക ചെയ്യും. അങ്ങനെയാണ് ചൈനയിൽ എല്ലാ ദിവസവും പാമ്പുകളൊക്കെ അല്ലേ കഴിക്കണേ അല്ലേ? അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നോർത്തിയൻ ഹെമിസ്ഫിയറിലുള്ള അന്തരീക്ഷവും സതേൺ ഹെമിസ്ഫിയറിലുള്ള അന്തരീക്ഷവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്.
നമ്മൾ ഹിമാലയത്തിന്റെ അപ്പുറത്ത് ചെങ്കിസ് ഖാനും മാവോ സെത്തുങ്ങും ഒക്കെയാ, അതായത് ഹൈ വോൾട്ടേജ്. നേരെ മറിച്ച് ഹിമാലയത്തിന്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സൗമ്യമാണ്, അതായത് കൂടുതലായിട്ട് ഋതുവായിട്ട് യോജിച്ച് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാമ്പുകൾക്കും ഈ വൃക്ഷലതാദികൾക്കും ഒക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. വെരി ഗുഡ്, ഓക്കെ, ഗ്രേറ്റ്. സാർ, അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഈ കൊണാർക്ക് സന്ദർശിച്ചിരുന്നു. അപ്പോൾ അതുപോലെയാണ് നമുക്കറിയാം ഇവിടുത്തെ ഒരുപാട് ഏറ്റവും മനോഹരമായുള്ള ആർക്കിടെക്ചറായിട്ടുള്ള ഇതുണ്ട്, ബിംബകൽപ്പനകളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും എല്ലാം ഉണ്ട്. പത്മനാഭപുരം പാലസുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ആർക്കിടെക്ചർ ശരിക്കും പറഞ്ഞാൽ ഒരു 10-ാം നൂറ്റാണ്ടിനൊക്കെ പിറകിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാനൊരു റീസണബിളായിട്ടുള്ളൊരു ടൈമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ മോഡേൺ എഞ്ചിനീയറിൻ്റെ ആൾക്കാരാണ്, പക്ഷേ നമ്മൾ ഈ പഴയ വിദ്യകൾ യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയില്ല. നമ്മളതിനെ ശരിക്കും എടുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ പറഞ്ഞ നിർമ്മാണ പ്രവർത്തികളെല്ലാം തന്നെ എഞ്ചിനീയറിംഗ് കോളേജസിൽ നിന്ന് ഇറങ്ങുന്ന എൻ്റെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ആർക്കിടെക്റ്റുകളുണ്ട്. പക്ഷേ അവരാണ് ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വിദ്യകളുടെ ഒരു ശാസ്ത്രീയത നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു എന്താ പറയുക ഒരു ഗോൾഡ് മൈൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമ്മളിതൊന്നും തന്നെ അറിയാതെ പോകുന്നൊരു ദുരവസ്ഥ എന്നുണ്ട്. സാറിൻ്റെ ഒരു അഭിപ്രായം പറയണം. വെരി ഗുഡ്, ഓ ബ്യൂട്ടിഫുൾ. ലാസ്റ്റ് പറഞ്ഞ പ്രയോഗമാണ് കറക്റ്റ്. അതായത് എന്ന് പറഞ്ഞാൽ ഗോൾഡ് മൈൻ്റെ മുകളിൽ ഇരുന്നിട്ട് മേലെ മാത്രം ആസ്വദിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു പ്രസൻസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കവർ ഒഴിക്കാണ്ട് തുറന്ന് നോക്കാതെ കവറിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഇരിക്കുകയാണ്. ഗുഡ്. ഇത് പറയുകയാണെങ്കിൽ ആദ്യം വന്നത് കൊണാർക്ക് ക്ഷേത്രം. കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാം. എവിടെയും ഇല്ലാത്തൊരു വാസ്തു സിസ്റ്റമാണ് അവിടെ ഉപയോഗിച്ചത്. ഒരു കാലത്ത് കപ്പലുകൾ ദിശ മാറിപ്പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായപ്പം ബ്രിട്ടീഷുകാരാണ് അത് തകർത്ത് കളഞ്ഞത്. ഇതിന് കാരണമുണ്ട് കേട്ടോ. കാരണം അവിടുത്തെ ബിൽഡിംഗ് സിസ്റ്റത്തിൽ കല്ല് അട്ടി വെച്ചിട്ട് താഴെ വലിയൊരു കാന്തവും മേലെ വലിയൊരു ഇരുമ്പ് കട്ടിയും വെച്ചിട്ട് ഇതിന്റെ രണ്ടിലും പവറിലായിരുന്നു അവിടുത്തെ കല്ലുകൾ അടങ്ങിയിരുന്നിരുന്നത്. വിഗ്രഹവും അന്തരീക്ഷത്തിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാല് ആരാധന നടക്കാത്തൊരു ക്ഷേത്രമാണ് കൊണാർക്ക് ക്ഷേത്രം. ഇതിന് എന്താണെന്ന് വെച്ചാൽ ഒരു പണിക്കാരൻ തന്നെ അവിടുന്ന് ചാടി സൂയിസൈഡ് ചെയ്തു. അതുകൊണ്ടാണ് ആരാധന നടത്തിയത്. പക്ഷേ എന്നിട്ടും ആളുകൾ അവിടെ പോകുന്നു. ഇതിന് കാരണം അവിടുത്തെ ശില്പ ചാതുര്യാണ്. ശില്പ ചാതുര്യം നിർമ്മാണത്തിലുള്ള ഒരു യുണീക്ക് ക്വാളിറ്റിയാണ്. ഇപ്പോൾ പിന്നീട് ബ്രിട്ടീഷുകാർ അത് പ്രശ്നമായതിനെ കൊണ്ട് ആ കാന്തം എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. ആ മാഗ്നറ്റ് എടുത്ത് മാറ്റി അതിൻ്റെ റീസ്ട്രക്ചർ ചെയ്യുക ഇത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിൻ്റെ നടയിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിലുള്ള ഒരു മനോഹാരിത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കല്ലിൽ തന്നെയുള്ള കൊത്തുപണികളാണ് അധികം ഉപയോഗിച്ചിരിക്കുന്നത്. അതും നമ്മളെ കേരളത്തിലുള്ള കരിങ്കല്ല് മാതിരിയല്ല, ചെങ്കല്ലുമായിട്ട് ഇടകലർന്ന ഒരു കല്ലാണ് അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിലുള്ള ഡൈമെൻഷൻസ് യൂണിക്കായിട്ടുള്ള സിസ്റ്റമാണ് ഉപയോഗിച്ചത്. അതായത് ഇദ്ദേഹം പറഞ്ഞ വഴി ഇപ്പോൾ അവിടെ വിഗ്രഹം ശരിക്കും പോയാൽ കാണാൻ പറ്റില്ല. കാരണം അന്നത്തെ ആ സിസ്റ്റത്തിൽ വിഗ്രഹത്തിനെ നിലനിർത്തിയിരിക്കുന്ന ഈ മാഗ്നറ്റിക് ഫോഴ്സിലായിരുന്നു. അപ്പം നിലത്തും തൊടില്ല മേലെയും തൊടില്ല, അങ്ങനെയായിരുന്നു അവിടുത്തെ വിഗ്രഹം. പക്ഷേ പിന്നീട് ബ്രിട്ടീഷുകാരൊക്കെ വന്നു, ഇതൊക്കെ പ്രശ്നമായി കൊണ്ട് അത് മാറ്റിയതാണ്. ഇപ്പോൾ കൊണാർക്ക് ടെമ്പിൾ എപ്പോഴും നമ്മൾ ഒന്ന് അതിൻ്റെ ശില്പചാതുരിയിലാണ്, രണ്ട് അതിൻ്റെ ഫോമാറ്റിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്ന രീതിയിൽ. പിന്നെ അടുത്തത് വരുന്നത് അവിടെ 5 എലമെന്റ്സിനെ ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ്. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇനിയിപ്പോൾ കേരളത്തിൽ ഇപ്പോഴും ഏറ്റവും സമ്പന്നനായ ദൈവം, ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായ ദൈവം ആരാണ്? നമ്മളെ പത്മനാഭത്തിൽ നിന്ന് സുഖമായിട്ട് കിടക്കുന്ന പത്മനാഭസ്വാമിയാണ്. അതായത് മോസ്റ്റ് റിലാക്സ്ഡ് ഫോം ഓഫ് ഒരു അത്ര ഇതായിട്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് വെച്ചാൽ ശരിക്കും പത്മനാഭൻ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്മളെ എന്താ പറയുക സൗരയുധത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് നടുക്ക് സൂര്യനും ചുറ്റുഭാഗം എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ ചുറ്റി തിരിഞ്ഞില്ലേ, ഈ സൗരയുദ്ധമാണ് ശരിക്കുള്ള ആ നാഗം. അനന്തൻ എന്ന് പറയുന്നത് ശരിക്കും സൗരയുദ്ധമാണ്. അതിൽ മോസ്റ്റ് റിലാക്സ്ഡ് ഫോം, ഒരു വല്ലാത്തൊരു റിലാക്സ്ഡ് ഫോമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയോ എല്ലാ ദേവതകളും നമ്മൾക്ക് ചുറ്റും നിരക്കും. എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. നമ്മളുടെ ഓരോ വാക്കുകളും യാഥാർത്ഥ്യമാക്കാൻ അവർ ഓരോ സെക്കൻഡിലും റെഡി ആയിട്ടിരിക്കും. ഇത് ലിറ്ററലി സംഭവിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് പത്മനാഭ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ സമൃദ്ധിയും ഉണ്ടാവും. ലോകം
മുഴുവൻ ഉപയോഗിച്ചാലും തീരാത്തത്ര സമ്പത്ത് ഈ ഒരൊറ്റ ക്ഷേത്രത്തിലുണ്ട്. കാരണം എപ്പോ നമ്മൾ വൺ വിത്ത് യൂണിവേഴ്സൽ ഋതു ആകുന്നോ അവിടെയൊക്കെ അബൻഡൻസ് വരും, അവിടെയൊക്കെ അബൻഡൻസ് കുമിഞ്ഞു കൂടും. അതിനുള്ള തെളിവാണ് ആ ക്ഷേത്രം. ഇനി വേറെ ഒന്ന് പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ നമ്മൾ ഒരു പ്രശസ്തമായിട്ട് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രം. വളരെ സമ്പന്നനായിട്ടുള്ള ആളാണ് ഗുരുവായൂരപ്പൻ. ഇപ്പൊ ലോക്ക്ഡൌൺ വന്നപ്പോഴും 100 കണക്കിന് ആനകളെയൊക്കെ വളരെ ഈസി ആയിട്ടാണ് മൂപ്പര് തീറ്റിപ്പോറ്റിട്ട് സുഖകരമായിട്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു വാസ്തു രഹസ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് വലിയൊരു കുളമാണ്. വാസ്തുവിലുള്ള മനോഹരമായിട്ടുള്ള ഒരു വിഷയമാണ് അവിടെ. അതായത് വടക്ക് ഭാഗം താണിരിക്കുക, അവിടെ വെള്ളം ഉണ്ടാകുക. ഇങ്ങനെയാണെങ്കിൽ സോമപദം, ലക്ഷ്മി ഇരിക്കുക താമരയിലാ. താമര എവിടെയാ? വെള്ളത്തില്. അപ്പൊ അതായത് വടക്ക് വശത്ത് വെള്ളം ഉണ്ടാകുക, വെള്ളം കെട്ടിവെക്കുക. അതും ആ ക്ഷേത്രം കവർ ചെയ്യുന്ന അത്രയും വീതിയിലാണ് അവിടുത്തെ കുളം. ഇതൊക്കെ നിർമ്മാണത്തിലുള്ള അബൻഡൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള യൂണിക് ആയിട്ടുള്ള ഫോർമേഷനാണ്, ടെക്നിക്സ് ആണ്. അപ്പൊ ശരിക്കും നമ്മൾ ഈ ക്ഷേത്രങ്ങളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള കുറേ ടെക്നിക്സ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതേ ഇതിൽ തന്നെ ഞങ്ങൾ ഈ അടുത്ത് പോയിരുന്നു കേട്ടോ. ഇത് മനേന്റെ പേരെന്തേനു? ഞങ്ങൾ ഈ അടുത്ത് വരിക്കാശ്ശേരി മനയിൽ പോയിരുന്നു. അപ്പൊ അതേ ടെക്നിക്ക് വരിക്കാശ്ശേരി മനയിലും എടുത്തിട്ടുണ്ട്. അതായത് വടക്ക് ഭാഗത്ത് വലിയൊരു കുളം ഉണ്ടാക്കിയിട്ടും വാസ്തുശാസ്ത്രത്തിൽ എന്തൊക്കെ നിയമമുണ്ടോ അതൊക്കെ ഈ വരിക്കാശ്ശേരി മനയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് പണ്ടുള്ള ഈ വാസ്തുശാസ്ത്ര സിസ്റ്റം ശരിയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തോ അവിടെ അബൻഡൻസ് വരും. അല്ലെങ്കിൽ അബൻഡൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഭാഗ്യം സൃഷ്ടിക്കാനുള്ള ഭാഗ്യകൽപ്പമാണ് വാസ്തുശാസ്ത്രം. പറയാൻ പറ്റും. ഗ്രേറ്റ് നോളജ് സർ, ഗ്രേറ്റ് നോളജ്. സാർ, അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിൽ എത്ര തരം വാസ്തു സമ്പ്രദായങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് മാത്രമല്ല, വാസ്തുശാസ്ത്രം പഠിക്കുമ്പോൾ അതിനനുബന്ധമായിട്ട് മറ്റു ചില ശാസ്ത്രങ്ങൾ കൂടി പഠിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലക്ഷണശാസ്ത്രം, ഗൗളിശാസ്ത്രം തുടങ്ങിയതെല്ലാം നമ്മൾ പഠിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു സമഗ്രമായ ഒരു ശാസ്ത്രമായിട്ട് നമുക്ക് പറയാം, ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ട് നമുക്ക് തന്നെ പറയാൻ പറ്റും. സാറിൻ്റെ ഒരു അഭിപ്രായം? വെരി ഗുഡ്, നല്ലത്. ഒരു ശാസ്ത്രത്തിന് നമുക്ക് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിൽ വെക്കാൻ പറ്റില്ല. അതായത് എല്ലാ സയൻസുകളും ഇൻ്റർലിങ്ക്ഡാണ്. ദർശനശാസ്ത്രം എന്ന് പറയും. ദർശനശാസ്ത്രമാണ് ശരിക്കും ഭാരതത്തിലെ ശാസ്ത്രങ്ങളുടെ ബേസ്.